എല്ലാവർക്കും നമസ്കാരം. എന്താണ് വിശേഷം? ഇപ്പോൾ മൂന്നാറിലേക്ക് വന്നിട്ടുള്ള മൂന്നാറിലെ കാഴ്ചകളാണ് വരുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ 2 വീഡിയോ കഴിഞ്ഞു, ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. മൂന്നാറിൽ നിന്ന് നമ്മൾ KSRTC ബസ്സിൽ താമസിച്ചു. എന്നിട്ട് KSRTC ബസ്സിൽ തന്നെ നമ്മുടെ ആനവണ്ടിയിൽ ഒരു ദിവസത്തെ ട്രിപ്പാണ്. വെറും ഒരാൾക്ക് ഒരു പേഴ്സൺ 200 രൂപക്ക് നമുക്കിങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ചുറ്റാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത്. വരുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം തമിഴ്നാട് ബോർഡർ കയറി കേട്ടോ. തമിഴ്നാട്ടിലാണ് ഉള്ളത്. കംപ്ലീറ്റ് മഞ്ഞ്, കോട. ഓക്കെ, എവിടെ നോക്കിയാലും കോട. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവാം. നേരെ പോകുന്ന വ്യൂ പോയിന്റിലേക്ക് കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. ഓക്കെ, പോവാ. ഗ്ലാസ്സിലിട്ടെ. ആ വ്യൂ പോയിന്റ് എത്തിയടാ. നമ്മുടെ വ്യൂ പോയിന്റ് എത്തിയട്ടോ. ഇതാ ഇത് നോക്കിയിട്ട് വന്നാ. നമുക്ക് 1 മണിക്കൂർ ടൈം ഉണ്ട്. 1 മണിക്കൂർ ടൈം. ഓക്കെ, ടിക്കറ്റ് ഉണ്ട്. വ്യൂ പോയിന്റ് എൻട്രി ഫീ 20 രൂപ പെർ ഹെഡ്. ഗൈസ്, അപ്പോൾ വ്യൂ പോയിന്റ് അടുത്ത് പോകുന്നില്ല കേട്ടോ. ആ കാണുന്ന തന്നെ. പിന്നെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ താഴോട്ട് പോകാനുണ്ട്. പക്ഷെ പോയിട്ട് കാര്യമില്ല. ഇത് കാണുന്നില്ലേ, കംപ്ലീറ്റ് മഞ്ഞാണ്. ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടല്ല കേട്ടോ, 20 രൂപ ടിക്കറ്റ് ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് പോയിട്ട് നമ്മൾ അവിടെ എത്തിയാലും വ്യൂ പോയിന്റ് അടുത്ത് എത്തുമ്പോൾ എന്തായാലും നമുക്ക് വ്യൂ കാണണം. പക്ഷേ ഈ മഞ്ഞുള്ള സമയത്ത് പോയിട്ട് കാര്യമില്ല. ഭയങ്കര മഞ്ഞായിരിക്കും, കംപ്ലീറ്റ് മഞ്ഞ്. അതുകൊണ്ട് എനിക്ക് തോന്നില്ല ഈ സമയത്ത് പോയിട്ട് കാര്യമുണ്ടെന്ന്. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടുന്ന് എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പെരങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പോകാത്ത കേട്ടോ. കാരണം ആൾക്കാരെല്ലാം ഇവിടെ ഇതാ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇതന്നെ അവസ്ഥ. ഇവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാലും മഞ്ഞ് തന്നെയാണ്, കംപ്ലീറ്റ് മഞ്ഞ്. അവിടെ പോയാലും ഇതന്നെയാണ് കാണണ്ടേ. കാരണം നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ കാണില്ല, എന്തായാലും കാണില്ല. പിന്നെ ഇവിടുത്തെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാം തിരിച്ചടക്കാം കേട്ടോ. ഇന്ന് 300 മീറ്ററും കൂടെ താഴോട്ടേക്ക് നടക്കണം. മഞ്ഞുണ്ടോ? മഞ്ഞ് എവിടെ നോക്കിയാലും മഞ്ഞാണ്. മഞ്ഞ് ഇതാ, രക്ഷയില്ലാത്ത മഞ്ഞ്. നമ്മൾ തിരിച്ച് നടന്നു കേട്ടോ താഴോട്ടേക്ക്. നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം. ബസ്സുണ്ട് അവിടെ. ഇവിടെയൊക്കെ ഷോപ്പുണ്ട്, ഒരുപാട് ഷോപ്പുണ്ട്. കംപ്ലീറ്റ് ഷോപ്പാണ്. കൂടുതൽ വൈന്, അതുപോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. ചായപ്പൊടി മൂന്നാർ ഫ്രഷ് ടീ 140. 1 കിലോ 140. ഓക്കെ, സാധനം ഇതാ. എവിടെയാ? തൃശ്ശൂർ. പേര് മോസിൻ. 2 മുസ്ലിംമാരാണ്. ഓ, വേറിട്ടില്ലേ? കയറിടാ. കുതിരന്റെ അപ്പിണ്ട് കേട്ടോ, നോക്കണേ. കുതിര അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടല്ല കേട്ടോ. ഇതിനെന്താ പറയല്, ലാട്ടിയാ എന്തോ പറയാറുണ്ട്. വേ പോവാ, വാ. 50 ഒന്നിനാ?
ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേട്ടാ, കാണുന്നുണ്ടാ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഞ്ഞുണ്ടോ? സംഭവം തന്നെ കേട്ടാ. താഴെ വണ്ടിയൊക്കെ കാണുന്നെന്തോ സൗണ്ട് കേൾക്കുന്നത്. അങ്ങ് അവിടെ എന്തോ ഒരു പഴമുണ്ട് കേട്ടോ, കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മധുര നാരങ്ങ ആണോ എന്നൊരു ഡൗട്ട്. ആയിരിക്കും അല്ലേ, മധുര നാരങ്ങ ആയിരിക്കും. കണ്ടാ കോടമഞ്ഞ്. പിന്നെ മഴ പെയ്യുന്നില്ല കേട്ടോ, കണ്ട റോഡ് കണ്ടോ? ഇവിടെ നല്ല മഴയാണ് ഇടയ്ക്കിടയ്ക്ക്. വരുന്ന വഴിക്ക് ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മളെ ബസ്സിൻ്റെ അടുത്ത് എത്തിയട്ടോ. ഇവിടം വരെ ബസ് വരുള്ളൂ. ഉണ്ടോ നമ്മളെ ബസ് ഇതാ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മൾ വന്ന ബസ്. ബസ്സിൻ്റെ എല്ലാം കോലം കണ്ടോ? സ്റ്റാർട്ടാക്കിയിട്ടിട്ടുണ്ട്. നമ്മളെ ബസ്സൊന്നും ശരിക്കും കാണുന്നില്ല കേട്ടോ, തൊട്ടടുത്തുള്ള നോക്കിയേ, മഞ്ഞിൽ മൂടിയിട്ടുണ്ടല്ലോ. കോട്ട ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അയ്യാ പോനായോ? അയ്യല്ലേ ഇനി എവിടത്തേക്കുള്ള? ഇനി കുണ്ടല ലേക്ക്. ആ നമ്മള് വന്ന വഴിക്കല്ലേ? ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുണ്ടല ലേക്ക് 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ ഒരു ബോട്ടിംഗ് ഒക്കെ പോകാം. അവിടെ 1 മണിക്കൂറുണ്ടോ? നമുക്ക് ബോട്ടിംഗ് എല്ലാം വേണമെങ്കിൽ ചെയ്യാലേ? സമയം നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ പോയിന്റ് ഉണ്ട്, മാട്ടുപ്പെട്ടി ഡാം ഉണ്ട്, അതിനകത്ത് ചായ കുടിക്കാം. ബാത്റൂം പോകുന്നവർക്കൊക്കെ. എന്നിട്ട് എത്ര മണിയാകുമ്പോൾ നമ്മൾ തിരിക്കും? 5:30 ആകുമ്പോൾ തീരും. 5:30 ആകുമ്പോൾ തീർത്ത് കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർക്ക് ബസ് കിട്ടും പെട്ടെന്ന്. അതിന് വേണ്ടി അത് ചെയ്യുന്നത്. ഈ മഞ്ഞ്, ഈ ക്ലൗഡ് അവിടെ ഉണ്ടാവില്ലല്ലോ, മഞ്ഞ് അവിടെ ഉണ്ടാവില്ലല്ലോ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ? ഇല്ല ഇത്ര ഉണ്ടാവില്ല. ഇവിടെ മഞ്ഞില്ലെങ്കിൽ കാണാൻ നല്ല സ്ഥലമാണ്. മഞ്ഞില്ലെങ്കിലല്ലേ? ചെറിയൊരു മഞ്ഞുണ്ടെങ്കിൽ നല്ല സീനറി ഉള്ള സ്ഥലമാണ്. ഗൈസ് പുറത്തുള്ള വ്യൂ കണ്ടോ? ആ ഡോറടച്ചു, ഡോറടഞ്ഞു. അപ്പൊ നമ്മളെ ബസ് വിട്ടു കേട്ടോ. ഫ്രണ്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഈ ഫ്രണ്ട് നോക്കിയാ, ഫ്രണ്ടൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ട് വീടിനടുത്തേക്ക് പോട്ടോ. കംപ്ലീറ്റ് ഉരുൾപൊട്ടിയിട്ടല്ല കേട്ടോ. കണ്ടോ, ഇന്ന് രാവിലെ പൊട്ടിയതാ. ഇന്നലെ ഉണ്ടായിട്ടില്ലല്ലേ? ഇന്ന് പൊട്ടിയത്, ഇന്ന് രാവിലെ ഏറ്റവും വീണതോ. ഇതല്ലേ? ഗൈസ് അങ്ങനെ നമ്മളൊരു തടാകത്തിലെത്തി കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമ്മളെ ഫുഡിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, സൃഷ്ടി വെൽഫെയർ സെൻറ്റർ. അപ്പോൾ അതിലാണ് നമ്മളെ ഫുഡുള്ളത്.
അടി അടി മൂന്നൊക്കെ കിട്ടണിരുന്നത് അടി അടി ഫോട്ടോ എടുക്ക് ആ നേരക്ക് ഫോട്ടോ നേരെ നോക്ക് അടി വേണം അത് അവരാ സ്വഭാവം അടി ആ നെട്ടിക്കല് അടി 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 തരും കടിക്കും കേട്ടോ ചോക്ലേറ്റ് എത്ര ചോക്ലേറ്റ് ഇതിന് 3 ബോക്സ് 100 രൂപ കേട്ടോ 100 ആ 3 ബോക്സ് 100 3 പാക്ക് ആ 3 ബോക്സ് 100 ഇതിന് 100 രൂപ ഒന്നിന് 3 ബോക്സ് ഒന്നിന് ഇത് 1/4 കിലോ ചോക്ലേറ്റ് വാങ്ങി കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ ഇത് ഡാർക്ക് ആൻഡ് വൈറ്റ് ഡാർക്ക് ആൻഡ് വൈറ്റ് ആ ഓക്കെ ഇത് വേണം ഗൈസ്. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം എത്തിയേട്ടാ മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വിശേഷങ്ങളാണ്. ഓക്കെ ഇതോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. KCBൻ്റെ ബോർഡാണ്. മാട്ടുപ്പെട്ടി ഡാം ടൈപ്പ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ലെങ്ത് ഓഫ് ഡാം അറ്റ് ടോപ്പ് 237.75 മീറ്റർ കേട്ടോ. ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 1953. അതിൻ്റെ ഡീറ്റെയിലൊക്കെ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. ഇതാ പിന്നെന്തോ ഉപകരണങ്ങളാന്ന് തോന്നിട്ട് ഇതൊക്കെ. ഇതിലൂടെ കാണാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് കാണാം. നേരെ ഇപ്പുറ സൈഡിലേക്ക് പോലെ നമുക്ക്. ഇതാ അങ്ങൊക്കെ ഫുൾ മഞ്ഞാട്ടോ, കോടയാണ്. ആ മലകളൊക്കെ കംപ്ലീറ്റ് കോടയാണ്. ഈ സൈഡിൽ കാപ്പിത്തോട്ടം ഉണ്ട് കംപ്ലീറ്റ്. അതാ പച്ച നിറത്തിൽ കാപ്പിത്തോട്ടം, നല്ല പച്ച കളർ വെള്ളോട്ടാ. വെള്ളം കണ്ടോ? ഈ ഡാമിനെ കുറച്ചപ്പുറം നമ്മൾ വരുന്ന വഴിക്ക് കുണ്ടല ഡാം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ അലൗഡ് ഇല്ല, പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ബസ്സിലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ, ചെറിയ തോതിൽ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡാമിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ, ചെറുതായിട്ട്. ഓക്കെ, കാണിച്ചു തരാൻ പറ്റുന്നതെല്ലാം കാണിച്ചു തരാം. വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു, ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്നുണ്ട്. ഇതെന്താണ് ഇത് കാണിച്ചു കൊടുത്തേടാ? ഡേഞ്ചർ സോൺ, ഡേഞ്ചർ സോൺ. ഇതിൻ്റെ ഷട്ടറിൻ്റെ ഇതാണ്. പിന്നെ മുകളിലുണ്ട് ഇതിൻ്റെ മെഷീൻ, അതാ അങ്ങടെ മുകളിൽ. ഇവിടെയൊക്കെ വേലി, കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല കാറ്റ് ഗൈസ്. എന്താണ് ഇപ്പുറം? വാവ്, ഇതാ കാണണ്ട കേട്ടോ. ഇത് കണ്ടോ? എന്താണല്ലേ, കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഗായ്സ്, ഇവിടുന്ന് ഡാമാണ് നല്ല രസമുണ്ട് കേട്ടോ. എന്താണെന്നറിയാ, താഴെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ആയിട്ട് കണ്ട പൊളി, അടിപൊളി കേട്ടോ. ഇത് എവിടത്തേക്കാ പോകുന്നതെന്ന് അറിയില്ല. ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, പാസ്സാകുന്നുണ്ട്. ഇതാ
അപ്പോൾ നമ്മളെ ബസ് അപ്പുറം വെച്ചിട്ടാണ് ഉള്ളത് ഗൈസ്. നമ്മളെ ബസ് അത് അവിടെ അങ്ങ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, അരമണിക്കൂർ ടൈം ഉണ്ടല്ലേ, 25 മിനിറ്റ് ടൈം ഉണ്ട് ഇവിടെ. നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിക്ക് 25 മിനിറ്റ് ടൈം വന്നിട്ടുണ്ട്. സ്പീഡ് ബോട്ടുണ്ട് കേട്ടോ ഇവിടെ, സ്പീഡ് ബോട്ടുണ്ട്. ഇതൊക്കെ ഫോട്ടോഷൂട്ടാ. വാ, ഇത് എല്ലായിടത്തും പോകുന്ന പോലെ കംപ്ലീറ്റ് ഷോപ്പുകൾ. ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും ഷോപ്പുണ്ടല്ലേ ഇങ്ങനത്തെ. ഇതുണ്ടോ കംപ്ലീറ്റ് ഷോപ്പാണ്. ഇതെല്ലാം എൻ്റെ വരെ പോയിട്ട് വരാം നമുക്ക്. അങ്ങ് അവിടം വരെ പോവാട്ടോ. മെയിനായിട്ട് ഷോപ്പ് തന്നെ കേട്ടോ ഇവിടെ. കംപ്ലീറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പെഡൽ ബോട്ടിങ്, നല്ല പെഡൽ ബോട്ടാണ്. കുറേ പോയിട്ടുണ്ട് അങ്ങോട്ട് പെഡൽ ബോട്ടിങ്. പിന്നെ ഇവിടെ എന്തോ കയറി കെട്ടിയിട്ടാണെന്നുണ്ടല്ലോ ഇവനെ. എന്താണ്? ആ, അതിരാണല്ലേ. മാടുപ്പെട്ടി ഡാം. വാഹനങ്ങൾ ഡാമിന് മുകളിൽ നിർത്തരുത്. വാഹനങ്ങൾ ഡാമിന് മുകളിൽ നിർത്തിയതുകൊണ്ടാണ് ബ്ലോക്ക് ആയത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി KSEB. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് ഓക്കെ. 2 ആൾ വരാനുണ്ട്, അങ്ങോട്ട് പോയിട്ട് അതിനെ വെയിറ്റ് ചെയ്യാം. എത്തിയോ? വരാനുണ്ടല്ലേ? ഇനി 2 പേരും കൂടെ വന്നാൽ പോവാം. ഇനി എവിടത്തേക്കാണ്? ഇനി നമ്മൾ പോകുന്നത് നേരെ ഫ്ലോർ ഗാർഡൻ, ഫോട്ടോ പോയിന്റ്. അത് കഴിഞ്ഞ് ഫ്ലോർ ഗാർഡൻ, അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാർ. ആ ഓക്കെ. ഇത് കൂടിക്കായിരിക്കും. ഗൈസ്, നമ്മളിവിടെ ചായ് ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിട്ടില്ല കേട്ടോ. ചായ് ബസാർ ദ പ്ലാന്റേഷൻ സ്റ്റോർ കണ്ടോ. അവിടെ നമ്മളെ ബസ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ചായ അങ്ങ് നിൽക്കുന്നുണ്ടോ? മൂന്നാർ ഗ്രീൻസ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് അവൈലബിൾ ഹിയർ. സൂപ്പർ ടേസ്റ്റി മിൽക്ക് ടീ 10 രൂപ. വാങ്ങട്ടെ, 2 വാങ്ങാം. വലിയ ഫാക്ടറി ആട്ടോ. ഒരു ടീ ഫാക്ടറി കണ്ടോ. ടീ ഫാക്ടറി വിസിറ്റ്. ഒരു ടീ ഫാക്ടറി ആട്ടോ. നല്ല അടിപൊളി ചായ എന്നാ പറയുന്നത് കേട്ടോ. നമുക്കേതായാലും കുടിച്ചു നോക്കാം കേട്ടോ. KDHP കോപ്പറേറ്റീവ് ലിമിറ്റഡ് മാടുപ്പെട്ടി ഫാക്ടറി ആട്ടോ ഇത് കണ്ടോ. മാടുപ്പെട്ടി ഫാക്ടറി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇനി മൂന്നാർ സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റാൻഡിലേക്ക്, KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോൾ ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന്
ഓക്കെ വാ അപ്പം നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും ഞാൻ വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.